ഭിന്നശേഷിക്കാർക്കായി സൗജന്യ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി ആശ്വാസമേകുന്ന ലില്ലി ലയൺ സ്പെഷ്യൽ സ്കൂളിന് പുതിയ കെട്ടിടം ചെങ്ങന്നൂർ പുലിയൂരിൽ 14,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ലില്ലി ബഡ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ PGR പിള്ളയുടെ അധ്യക്ഷതയിൽ രക്ഷാധികാരി കൂടിയായ മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് 318B ഗവർണർ R വെങ്കടാചലം, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ്, ലില്ലി ലയൺ മാനേജിംഗ് ട്രസ്റ്റി ജയ് വേണുകുമാർ എന്നിവരും വിവിധ മേഖലകളിലെ മഹനീയ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. പുലിയൂർ നീതിയ ഭവനിൽ കൊട്ടുപ്ലാക്കൽ കുടുംബാംഗങ്ങളായ കുര്യൻ എബ്രാഹാമും ഭാര്യ മറിയാമ്മ കുര്യനും ദാനമായി നൽകിയ 60 സെന്റ് ഭൂമിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 5 കോടി രൂപ ചെലവിൽ ലയൺസ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അഭ്യുദാകാംക്ഷികളുടെ സഹായത്തോടെയും ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ LCIF ഗ്രാന്റ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളുടെ CSR പദ്ധതികളിലൂടെയുമായിരുന്നു നിർമ്മാണം. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഗ്രാന്റ് ഉപയോഗിച്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആവശ്യമായ രാജ്യാന്തര നിലവാരത്തിലുള്ള വിവിധ തെറാപ്പി ഉപകരണങ്ങൾ, പഠനോപകരണങ്ങൾ, ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ സജ്ജീകരിച്ച ഡിജിറ്റൽ ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ്, 40 കൗ ജനറേറ്റർ, 13 പേർക്ക് ഉപയോഗിക്കാവുന്ന ലിഫ്റ്റ്, CCTV സംവിധാനം, ഓഡിയോ വിഷ്വൽ സിസ്റ്റംസ് എന്നീ സൗകര്യങ്ങൾ ഈ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് വലിയ കാര്യമുള്ള കാര്യമാണ്. MLA ഫണ്ടിൽ നിന്ന് ഒരു വാഹനം ഞാൻ മേടിച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, MLA ഫണ്ടിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതൊക്കെ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ വരുന്നതിന് പൂർണ്ണ മനസ്സാണ്. ഇത് കേരളത്തിൽ തന്നെ മാതൃകയാണ്. ഈ ലില്ലി സ്പെഷ്യൽ സ്കൂൾ ഇത്ര ഡെഡിക്കേറ്റഡായി ആത്മാർത്ഥമായി ഒരു സംഘം ആളുകൾ ഇത്ര നാളുകളായി നടത്തുന്ന സേവനത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഞാൻ ദീർഘമായ കാര്യങ്ങളുടെ കണക്കിൽ ഒരുപാട് മഹത്വത്തോടെ പ്രസംഗിക്കാറുണ്ട്. ഈ സംരംഭത്തിന് എല്ലാവിധമായ പിന്തുണ നൽകുന്നു, എല്ലാ ആശംസകളും നൽകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സേവനത്തെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തരം ഒരു സംരംഭത്തിന് മുന്നോട്ട് വന്നപ്പോൾ അതിന് കലവറയില്ലാത്ത പിന്തുണ നൽകിയ ഉദാരമതികളായ സുമനസ്സുകളെ, അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സംരംഭത്തിന് പിന്തുണ നൽകിയ എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുണ്ടാകെ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് അവർ ധൈര്യമായ ഒരു ജീവിതം അവർക്ക് നൽകുവാൻ വേണ്ടിയുള്ള നിരവധിയായ സംരംഭങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ മാത്രം സഹായം കൊണ്ട്, അതായത് സർക്കാരിന്റെ മാത്രം ഇനിഷ്യേറ്റീവ് കൊണ്ട് ഒരിക്കലും ഈ ഭിന്നശേഷിക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങളെ ആയിരുന്നാലും മുതിർന്നവരെ ആയിരുന്നാലും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു ഐഡിയ ഡോക്ടർ PGR സാറിൻ്റെ ബ്രെയിൻ ചൈൽഡായിട്ട് തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ഗവർണറായിരുന്നപ്പോൾ ലയൺസ് ഇനിഷ്യേറ്റീവ് ഫോർ ലേണിംഗ് ആൻഡ് ലിസണിംഗ് ഡെഫിഷ്യൻസി എന്ന പേരിൽ ആരംഭിച്ച് അതിനുശേഷം 2018 ലയൺ വേണുകുമാറിൻ്റെ ഗവർണർഷിപ്പിൽ അത് കുറെ കൂടി വിപുലമാക്കി എല്ലായിടത്തും ക്യാമ്പുകളൊക്കെ നടത്തി. അതിനുശേഷം സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ബഡ് സ്കൂൾ എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിലെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അതിനുശേഷം അത് തുടർന്ന് 4 വർഷങ്ങൾക്ക് മുമ്പേ 2-3 കുട്ടികളുമായിട്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം, ഒറ്റമുറിയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇതുവരെയും ഇപ്പോഴും വാടക കെട്ടിടത്തിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ഏതാണ്ട് 160ഓളം കുട്ടികളുമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഈ മധ്യ തിരുവിതാംകൂറിലെ ഭിന്നശേഷി കുട്ടികളെ പരിപാലിക്കുകയും അവരെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു ലില്ലി ബഡ് സ്കൂൾ. ഒരു 10-40 കൊല്ലത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് കാണുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ചെങ്ങന്നൂരുകാരനായി ഞാൻ കോട്ടയത്ത് പ്രവർത്തനമാക്കിയതിന് ശേഷം ചെങ്ങന്നൂരിലേക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനമായി ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ചെങ്ങന്നൂർക്കാർക്ക് എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.
ഈ പ്രസ്ഥാനം കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാകട്ടെ, കൂടുതൽ ആളുകളുടെ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ ശ്രീ സജി ചെറിയാൻ അവരോട് അദ്ദേഹത്തിന് അനുഗ്രഹീതമായ കൈകളുമുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇതിൽ കൂടുതൽ വളർച്ച ഉണ്ടാകട്ടെ. ഈ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ മൊത്തം ഒരു പ്രവർത്തന മണ്ഡലമായി തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചെങ്ങന്നൂര് പട്ടണത്തിൽ 6 വർഷം മുമ്പ് തുടങ്ങിയ ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രസ്ഥാനം, 3 കുട്ടികളും 2 സ്റ്റാഫുമായിട്ട് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ കേരളത്തിലെ ഉദാത്തമായ ഒരു മാതൃകാ സ്ഥാപനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം 134 കുട്ടികളും 22 സമർപ്പിത സേവനം നടത്തുന്ന അധ്യാപകർ, തെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെയും അവരെ സഹായിക്കുന്ന ട്രസ്റ്റ് അംഗങ്ങളുടെയും ഇവിടെ ഭീമ ജുവൽസ്, കോയട്ട് ചായ, PDG ജെയിംസ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. സ്നേഹവും സമാധാനവും സന്തോഷവും സാമൂഹ്യ പ്രതിബദ്ധതയും സാഹോദര്യവും സമചിത്തതയും എല്ലാം ഒത്തുചേരുമ്പോൾ ലില്ലി സ്പെഷ്യൽ സ്കൂളായി. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നവരെല്ലാം നന്മയുടെ നിറകുടങ്ങളാണ്, നന്മ മരങ്ങളാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ ഈ സ്കൂളിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ യാത്രയിൽ ഞാൻ പങ്കാളിയാണ്, നിങ്ങളും ഈ യാത്രയിൽ പങ്കാളിയാവുക. നമുക്ക് ഒരുമിച്ച് ലില്ലി സ്പെഷ്യൽ സ്കൂളിനെ പുതിയ തലത്തിലേക്ക് ഭിന്നശേഷിക്കാർക്ക് പുതിയ കാഴ്ചപ്പാട് ഉണ്ടാവുവാനും പുതിയ പന്ഥാവ് വെട്ടിത്തെളിക്കുവാനും സഹായിക്കട്ടെ. ലില്ലി സ്കൂളിൻ്റെ ഉദ്ഘാടന ദിവസമായ ഇന്ന് നമുക്കൊരു സുദിനമാണ്. എന്നാൽ ഈ സുദിനത്തിലെത്താൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഏറെയാണ്. ആരുടെയും പേര് പറയുന്നില്ല. ഇതിൻ്റെ ജീവനാഡിയായി പ്രവർത്തിച്ച ഒരാളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ മണ്ണിൽ ഇത്ര മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ കാരണം അനേകരുടെ സന്മനസ്സാണ്. ഇതിന് രൂപരേഖ നിർമ്മിച്ചവർ, കഷ്ടപ്പെട്ട് മഴയും വെയിലും കൂടാതെ അധ്വാനിച്ചവർ, അവർക്ക് വേണ്ട വേതനം നൽകി പ്രോത്സാഹിപ്പിച്ചവർ എല്ലാവരും കൈയോട് കൈ പിടിച്ചു നിൽക്കുന്നു. ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ഇതിനു വേണ്ടി ഒഴുകിയെത്തി. അന്യജീവന് ഒതുങ്ങി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകികളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ അധ്വാനിച്ച് ഒരു രമ്യകർമ്മം പൂർത്തീകരിച്ചത്? 3 ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ഒരു ചെറിയ വീട്ടിൽ തുടങ്ങിയ എളിയ സംരംഭം ഉന്നതം ആയ നിലയിലെത്താനുള്ള ആർജവ ബോധമായിരുന്നു ഇതിനുള്ളത്. നമുക്കെല്ലാവർക്കും സർവ്വ ഗുണങ്ങളും തികഞ്ഞ ആരോഗ്യ സമ്പൂർണരായ കുഞ്ഞുങ്ങളെയാണ് ആഗ്രഹം. എന്നാൽ ദൈവേഷ്ടം പലപ്പോഴും മറ്റൊന്നായിരിക്കും. സാമ്പത്തിക ഭദ്രത കുറഞ്ഞ ഒരു വീട്ടിൽ ബലഹീനായ ഒരു കുഞ്ഞിനെ കൂടി വളർത്തുക വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾ അവരിൽ തന്നെ വളരെ വേദനകൾ അനുഭവിക്കുന്നു. സമൂഹം പലപ്പോഴും അവർക്ക് അനുകൂലമല്ല, സ്വന്തം ജനവും അങ്ങനെ തന്നെ. ഈ അവസരത്തിലാണ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലില്ലി സ്കൂൾ വലിയൊരു ചുവട് വെച്ചത്. അശരണരും ആലംബഹീനരുമായ കുഞ്ഞോമനകൾക്ക് അഭയമരുളാൻ, വിജ്ഞാനത്തിൽ കൂടി വെളിച്ചം പകരാനും അവരാഗ്രഹിച്ചു. ചേറ്റിൽ പുതഞ്ഞു പോകാമായിരുന്ന ജന്മങ്ങളെ അവർ കൈപിടിച്ചുയർത്തി. ചേറ്റിലിറങ്ങുമ്പോൾ രക്ഷിക്കാൻ ഇറങ്ങുന്നവരുടെ ശരീരത്തിലും ചേറ് പുരളും. കഷ്ടതയുടെയും അധ്വാനത്തിന്റെ ചേറിനെ ലഘുവാക്കി കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ അറിവിന്റെ സോപാനത്തിലേക്ക് പിടിച്ചു കയറ്റിയവർ. പരിചയസമ്പന്നരായ അധ്യാപകരെയും സഹായികളെയും അവർക്ക് ലഭിച്ചു. എവിടെയും പ്രകാശിക്കുന്ന ഒരു നിലവിളക്കായി ഈ ശോഭ ഈ സ്കൂളാകെ വ്യാപരിക്കട്ടെ. മർത്യരും മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. നാം എല്ലാവരും മർത്യരാണ്, മൃത്യുവിന് അധീനരാണ്. എന്നാൽ മനുഷ്യർ അതിലും വ്യത്യസ്തരാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ത്യാഗം തുടങ്ങിയ മാനുഷ്യ ഗുണങ്ങൾ അവരിലേറെയുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചവരെല്ലാം മനുഷ്യരാണ്. അവർ മേന്മേൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ലില്ലി സ്കൂളിന് കൈത്താങ്ങൽ കൊടുക്കുന്നവരുടെ നേതൃത്വം സുശക്തവും സുസംഘടിതവുമാണ്. ഇരുളടഞ്ഞ ഇടനാഴികൾ ഞരങ്ങിക്കിടന്ന ജന്മങ്ങളെ, കാവ് പിടിച്ച ജന്മങ്ങളെ അവർ ചേർത്ത് നിർത്തി മിനുക്കിയെടുത്ത് അറിവിന്റെ ലോകത്തിലേക്ക് ആനയിക്കുന്നു. മഹത്തായ മാനുഷിക ധർമ്മമാണിത്. ഇവിടെ ഈശ്വരപ്രസാദം
തേന്മഴ പോലെ വർഷിക്കട്ടെ. ലില്ലി സ്കൂൾ 132 എന്ന അംഗസംഖ്യയിൽ പിന്നെയും വളരട്ടെ. ശുഭം.